ലോകത്തിലെ ഒന്നാം നമ്പർ സ്മാർട്ട് ഫോൺ നിർമ്മാതാവ് എന്ന നിലയിലുള്ള ദക്ഷിണ കൊറിയൻ ടെക് ഭീമനായ സാംസങ്ങിന്റെ ദീർഘകാല ആധിപത്യം ദുർബലമാകുന്നതായി റിപ്പോർട്ട്. 2025 അവസാനമാവുമ്പോഴേക്കും ആഗോള സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ ആപ്പിളിന് സാംസങ്ങിനെ മറികടന്ന് ഒന്നാം സ്ഥാനം നേടാൻ കഴിയുമെന്ന് കൗണ്ടർ പോയിന്റ് റിസർച്ചിന്റെ പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഐഫോൺ 70 സീരീസിനുള്ള റെക്കോർഡ് ഡിമാൻഡും അതിവേഗം വർദ്ധിച്ചു വരുന്ന അപ്ഗ്രേഡ് സൈക്കിളുമാണ് ഇതിന് പ്രധാന കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. 14 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഫോൺ വിൽപ്പനയിൽ സാംസങ്ങിനെ ആപ്പിൾ മറികടക്കാൻ ഒരുങ്ങുന്നത്. 2025 ആപ്പിൾ 243 ദശലക്ഷം ഐഫോണുകളും സാംസങ് 235 ദശലക്ഷം ഫോണുകളുമാണ് വിപണിയിൽ എത്തിക്കുന്നത്. 3 ദിവസം കൊണ്ട് ഒരു മനുഷ്യന് എത്ര ദൂരം കാൽനടയായി സഞ്ചരിക്കാൻ കഴിയും? ചൈനയിലെ ഹ്യൂമനോയിഡ് റോബോട്ട് കാൽനട യാത്രയിൽ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് കാൽനടയായി സഞ്ചരിച്ചത് 66 മൈല്, അതായത് ഏകദേശം 100 കിലോമീറ്റർ. ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഇതുവരെ സഞ്ചരിച്ചതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ദൂരമാണിത്. AG Bot A2 എന്ന റോബോട്ടാണ് റെക്കോർഡ് നേട്ടം കൈവരിച്ചത്. ഗിന്നസ് റെക്കോർഡിൽ അനുസരിച്ച് 169 സെന്റിമീറ്റർ നീളമുള്ള AG Bot A2 നവംബർ 10 വൈകുന്നേരം കിഴക്കൻ ചൈനീസ് നഗരമായ സുഷൌവിൽ നിന്ന് തന്റെ യാത്ര ആരംഭിക്കുകയും ഹൈവേകളും നഗരവീഥികളും കടന്ന് നവംബർ 13 ഷാങ്ഹായിലെ ചരിത്രപ്രസിദ്ധമായ വാട്ടർ ഫ്രണ്ട് ബണ്ട് പ്രദേശത്ത് എത്തുകയും ചെയ്തു. യാത്രയിൽ ട്രാഫിക് നിയമങ്ങൾ റോബോട്ട് കൃത്യമായി പാലിച്ചുവെന്നും കമ്പനി വ്യക്തമാക്കുന്നുണ്ട്. AG Bot A2 റോബോട്ടിന്റെ നടത്തത്തിന്റെ വീഡിയോ കമ്പനി പുറത്തുവിട്ടിട്ടുമുണ്ട്. അടുത്ത വർഷം മുതൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിക്കുമെന്ന് മലേഷ്യ. കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കർശനമാക്കുകയോ നിരോധിക്കുകയോ ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മലേഷ്യൻ സർക്കാർ ഉടൻ ചേരാൻ ഒരുങ്ങുകയാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഫേസ്ബുക്ക്, ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കുന്നതോ നിലനിർത്തുന്നതോ നിയമവിരുദ്ധമാക്കുന്ന നിയമനിർമ്മാണം സർക്കാർ തയ്യാറാക്കുകയാണെന്ന് മലേഷ്യൻ ആശയവിനിമയ മന്ത്രി ഹഫ്മി ഹസ്തിൽ പറഞ്ഞു. ചൂഷണം, സൈബർ ഭീഷണി, അനുചിതമായ ഉള്ളടക്കവുമായി സമ്പർക്കം പുലർത്താൻ തുടങ്ങിയ ഓൺലൈൻ ഭീഷണികളിൽ നിന്ന് കൊച്ചുകുട്ടികളെ സംരക്ഷിക്കുന്നതിനാണ് മലേഷ്യൻ സർക്കാർ ഈ നടപടി സ്വീകരിക്കുന്നതെന്നും ഫത്സിൽ കൂട്ടിച്ചേർത്തു.